നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചാൽ നമ്മളൊരു ഡീലറിനെ കോൺടാക്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവർ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് തരും. അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഒരു ഫെയർ ആയിട്ടുള്ളൊരു കൊട്ടേഷനൊക്കെ നമുക്ക് തരും. ആ സ്പ്ലിറ്റപ്പ് വെച്ചിട്ട് നമ്മൾ പല രീതിക്ക് അനലൈസ് ചെയ്ത് ഒന്നോ രണ്ടോ ഡീലർമാരുടെ കയ്യിൽ നിന്നൊക്കെ കൊട്ടേഷൻ എടുത്ത് ഏതാണ് ബെറ്റർ ഡീൽ എന്ന് മനസ്സിലാക്കി നമ്മളൊരു വാഹനം ബുക്ക് ചെയ്യുന്നു. ഇൻസ്റ്റൻ്റ്ലി നമ്മളെ കൊണ്ട് പണം അടപ്പിക്കുന്നു, വാഹനം വരുന്നു, നമ്മൾ ആ വാഹനത്തിൻ്റെ ഡെലിവറി എടുക്കുന്നു. പക്ഷേ ഇന്ന് എൻട്രി ലെവൽ കാറ്റഗറിയിലുള്ള വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എൻട്രി ലെവൽ കാറുകൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻട്രി ലെവൽ കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയിൽ തന്നെയാണ്. കാരണം മാരുതി സുസുക്കിയിലാണ് ഏറ്റവും കൂടുതൽ എൻട്രി ലെവൽ കാറുകൾ വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടോ K10, വാഗണാർ, എസ്പ്രസോ, സെലേറിയോ, ഇഗ്നിസ്, പിന്നെ സ്വിഫ്റ്റ്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പം മറ്റ് വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാറ്റയുടെ പഞ്ച് പറയാം, അതല്ലെന്നുണ്ടെങ്കിൽ നിസാൻ്റെ മാഗ്നൈറ്റ് പറയാം, സിട്രോൻ്റെ C3 എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് പറയാം. ഹ്യുണ്ടായുടെ കേസിലാണെന്നുണ്ടെങ്കിൽ i10 ഉണ്ട്, ഗ്രാൻഡ് i10, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട്. എന്നാൽ പോലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയിലാണ്. അപ്പോൾ നമ്മൾ വാഹനം ബുക്ക് ചെയ്യുന്നു, വാഹനം കിട്ടുന്നില്ല, വാഹനം എന്ന് വരും, അല്ലെങ്കിൽ വാഹനം നിർത്തിയോ, അതല്ലെന്നുണ്ടെങ്കിൽ പുതിയ വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, കാര്യമായിട്ട് ഒരു റിപ്ലൈയും ഇപ്പം ലഭിക്കാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്ത എമൗണ്ട് പിൻവലിച്ച് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് ഹറി ആയിട്ട് മറ്റൊരു വാഹനത്തിലേക്ക് ബുക്കിംഗ് എമൗണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ ഓപ്ഷനിൽ പോലും ഇല്ലാത്ത ഒരു വാഹനത്തിലേക്ക് ആളുകൾ സഡനായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ചേഞ്ചിങ്ങിലൂടെ നമ്മൾക്ക് താല്പര്യമില്ലാത്ത എന്നാൽ പാതി മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു വാഹനത്തിലേക്ക് പോകുന്ന പലരും ഇന്ന് കൂടുതലാണ്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വ്ളോഗ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അത് ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളൊരു എൻട്രി ലെവൽ കാർ വാങ്ങാൻ നേരത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് ഒരു 4 മാസത്തോളം, എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇപ്പോഴത്തെ തലമുറ, നമ്മൾ ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ തലമുറ തീർച്ചയായിട്ടും ഒരു വാഹനം വാങ്ങാനായിട്ട് പോകുമ്പോൾ കാര്യമായിട്ട് ഒരു 4 മാസത്തെയെങ്കിലും, മിനിമം ഒരു 4 മാസത്തെയെങ്കിലും റിസർച്ച് ചെയ്ത് യൂട്യൂബിൽ കിട്ടാവുന്ന മിക്കവാറും എല്ലാ വീഡിയോസും കണ്ട് പുറത്തുള്ള യൂസേഴ്സിനോട് അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ച്, അതുമാത്രമല്ല ഷോറൂമിലുള്ള വാഹനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രോഗ്രസ്സിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ മോഡലിൻ്റെ അപ്ഡേഷനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ്, ഈവൻ എൻജിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെക്കാനിക്കൽ സൈഡെല്ലാം നോക്കിയിട്ടാണ് ഒരു വാഹനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വാഹനത്തിലേക്ക് എത്തിയിട്ട് ആ വാഹനം പിന്നീട് ലഭ്യമാകാത്തൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനൊരു വാഹനം ബുക്ക് ചെയ്തു, ഒരു എൻട്രി ലെവൽ കാറ് ബുക്ക് ചെയ്തു. എൻട്രി ലെവൽ കാറ് ബുക്ക് ചെയ്യുന്നതൊക്കെ സാധാരണക്കാരായിരിക്കും. ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വാഹനം വാങ്ങുന്നത്. അത് ബുക്ക് ചെയ്തിട്ട് അതെന്ന് വരും, വരുന്നില്ലേ, അല്ലെങ്കിൽ അത് കിട്ടുമോ, നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരവ് ലഭിക്കാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ മോഡലും അല്ല, നമ്മൾക്ക് താല്പര്യമുള്ള വിരലിൽ എണ്ണാവുന്ന ചില മോഡലുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതുതന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ്പ്രസോ കമ്പനി ഒഫീഷ്യലി അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇഗ്നിസിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. ബുക്ക് ചെയ്ത് ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലുപരി കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ വാഗണാർ ആയിക്കോട്ടെ, അതിൻ്റെ അവൈലബിലിറ്റി അത്ര കാര്യമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് എൻട്രി ലെവൽ കാറുകളെ പതുക്കെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? 2026 കഫേ നോംസ് വരാൻ പോകുന്നു. E20 പെട്രോൾ സ്റ്റാൻഡേർഡ് ആക്കാൻ പോകുന്നു. E27 കടക്കാൻ പോകുന്നു. 2027 ആകുമ്പോഴത്തേക്കും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ആകാൻ പോകുന്നു. കാർ കമ്പനികൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ എൻട്രി ലെവൽ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെഗ്മെൻറ്റിലേക്കാണ്. ഈ തൊട്ടടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നെക്സയിലെ കാറുകളാണ്, ബലീനോ പോലെയുള്ള വാഹനങ്ങളാണ്. ബലീനോ വാങ്ങുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല ഒരു ഓപ്ഷൻ അറീനയിലുണ്ടെങ്കിൽ അതിലേക്ക് പോകില്ലേ? അങ്ങനെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട്, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകളിൽ നിന്നും അത്യാവശ്യം കൊള്ളാവുന്നതൊന്ന് അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. പൂർണ്ണ തൃപ്തിയോടെ ഒരു വാഹനത്തെ ബുക്ക് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോൾ
എന്നാൽ ഉള്ളതിൽ നിന്നും നല്ലതൊരെണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വാഹനം വാങ്ങിയില്ലെങ്കിൽ പോലും ഈവൻ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാലം റിസർച്ച് ചെയ്ത് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു വാഹനം അത് ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസിഷൻ മാറ്റിയിട്ട് ഉള്ളതിൽ കൊള്ളാവുന്ന ആ ഒരു സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനത്തിലേക്ക് പോകരുത്. നിങ്ങൾ ഒരു കാലത്തും ആ ഒരു വാഹനത്തിൽ തൃപ്തനാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകും തോറും ഈ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലെ കാറുകൾ മാക്സിമം അത് കുറച്ച് കൊണ്ടുവന്ന് അടുത്ത സെഗ്മെൻറ്റ്, അതായത് ഇതിന് മുകളിൽ നിൽക്കുന്ന മൈക്രോ SUV, അതല്ലെന്നുണ്ടെങ്കിൽ ഈ സെഡാൻ കാറ്റഗറിയിലുള്ള വാഹനങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ മറ്റൊരു കാറ്റഗറി വന്ന പോലെ, ക്രോസ് ഓവർ വന്നതുപോലെ ഈ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനങ്ങളുണ്ടല്ലോ, അതിനെ ഒരു എൻട്രി ലെവലാക്കി മാറ്റും എന്നുള്ളതാണ്. ഇവരൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഒരുപാട് പണമുണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യക്കാർ അടുത്ത ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് ടൈം കാർ ബയേഴ്സൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ, ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് SUV എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും. എന്നാൽ പോലും പ്രീമിയം ഹാച്ച് ബാക്ക് മുതൽ, അതായത് ബലീനോ മുതലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തുടങ്ങുന്നത് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ കൂടുതലും കമ്പനികൾക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം കാറുകളിൽ നിന്നായിരിക്കും ഇനി അങ്ങോട്ട് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെലേറിയോ ഉണ്ട്. ഇപ്പോഴും സെലേറിയോനെ 6 എയർ ബാഗിൽ നിലനിർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഞാൻ ഇഗ്നിസിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു വാഹനമാണ്. അത് കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഈ വാഹനത്തെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോഴും സെലേറിയോ എന്ന് പറയുന്ന വാഹനത്തെ നിലനിർത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരം ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന വാഹനങ്ങൾ, അതിപ്പം എസ്പ്രസോ ആയിക്കോട്ടെ, ഇഗ്നിസ് ആയിക്കോട്ടെ, ഇതിനൊന്നും ഒരു റീപ്ലേസ്മെൻറ്റ്, ഒരു ആൾട്ടർനേറ്റീവ്, ഒരു പകരക്കാരൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങോട്ട് ഈ 3 സിലിണ്ടർ എഞ്ചിൻ Z12E എന്ന് പറയുന്ന എഞ്ചിനിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരും. 30, 35 കിലോമീറ്റർ, 38 കിലോമീറ്ററൊക്കെ മൈലേജ് ക്ലെയിം ചെയ്യുന്ന വാഹനങ്ങൾ വരും. അത് എന്ന് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഈ ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 5% GSTക്ക് വേണ്ടിയിട്ടാണ്. കാരണം അതിന് ഇലക്ട്രിക് മോട്ടറാണ് അതിൻ്റെ വീലുകളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് മോട്ടർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആ ഇലക്ട്രിക് മോട്ടർ വീലുകളെ ചലിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു ഇലക്ട്രിക് കാറായിട്ട് കരുതണം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോയാൽ മാത്രമാണ് ഈ 5% സ്റ്റീൽ വാഹനങ്ങൾ ഇറക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഇപ്പോഴുള്ള ഈ ലെവൽ കാറുകളുടെ വിലയിൽ ഈ വാഹനങ്ങളൊന്നും ലഭിക്കില്ല. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ടൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരിക്കും എന്നുള്ളതാണ്. ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൻ്റെ പ്രൈസ് തുടങ്ങുന്നത് തന്നെ മിക്കവാറും ഒരു 7 ലക്ഷം രൂപ റേറ്റിലൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമാണ്, നിങ്ങൾ ഉദ്ദേശിച്ച വാഹനം ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ ചാടിക്കേറി മറ്റൊരു വാഹനത്തിലേക്ക് പോകാതിരിക്കുക. ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ മാറ്റിയിട്ട് നിങ്ങൾ മറ്റൊരു വാഹനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുക. ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. ചാടിക്കേറി ഒരു വാഹനം എടുത്ത് ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ എൻട്രി ലെവൽ കാറുകൾ ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരിക്കുന്ന ആളുകളാണ് കൂടുതൽ. കൃത്യമായ ഉത്തരമില്ല, എന്ന് വരും, എന്ന് കിട്ടും, അങ്ങനെയുള്ള യാതൊരുവിധ ഫോളോ അപ്പും ഇപ്പോൾ നടക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.